ഇന്നത്തെ പാചകം സാ ഏറ്റെടുക്കാന്ന് പറഞ്ഞേ. അപ്പം ഞാൻ എൻ്റെ ചെറിയ ചെറിയ പണികളൊക്കെ ആയിട്ട് പോവാ കേട്ടോ. സാ ഏറ്റെടുക്കാന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് നെഞ്ചിലൊരു നെട്ടലുണ്ടായിട്ടോ. എന്താന്ന് വെച്ചാൽ പണ്ട് ഞങ്ങൾക്ക് ഒരു പൊറോട്ട ഉണ്ടാക്കി തന്ന ഒരു ചരിത്രമുണ്ട് കേട്ടോ. ഒരാഴ്ച ഞങ്ങളുടെ പറമ്പിലേക്ക് വരുന്ന പട്ടീനെയും പൂച്ചേനെയും ഒക്കെ എറിഞ്ഞ് ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആയുധമായിട്ട് ഞങ്ങൾ അത് എവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നേ. വേറെ കല്ലൊന്നും പിറക്കേണ്ട വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഈ രീതിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് അറിയാതെ ഞാൻ ആ മനസ്സോടെ സാക്ക് വേണ്ടി പാചകം ചെയ്യാൻ വിട്ടുകൊടുത്തു കേട്ടോ. അപ്പോൾ മുട്ടയും ഉപ്പുമാവുമാണ് എന്തൊക്കെയോ കാണിച്ച് കടുകൊക്കെ വറുത്തതെല്ലാം ഇട്ട് ഭയങ്കര സെറ്റപ്പ് ആക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇടയ്ക്കൊക്കെ ഒന്ന് ഒളിഞ്ഞ് നോക്കി എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നുള്ളത്. അപ്പോഴത്തേക്ക് ഞാൻ പാത്രമൊക്കെ കഴുകി അരിയൊക്കെ അടുപ്പത്തിട്ട് അങ്ങനത്തെ കൊച്ചു കൊച്ചു പണികളൊക്കെ എടുത്തു കേട്ടോ. ഉണ്ണിക്കുട്ടനും ആ സമയത്ത് വേറെ ഓരോരോ പരിപാടി ചെയ്തേ. അപ്പോഴത്തേക്ക് സാം എല്ലാം ഉപ്പുമാവ് റെഡിയാക്കി കേട്ടോ. ഉപ്പുമാവ് റെഡിയാക്കി കഴിഞ്ഞിട്ട് ഒരു പൊടിക്കൈ എന്നോളം കുറച്ച് വെളിച്ചെണ്ണയൊക്കെ എൻ്റെ മുകളിൽ ഒഴിക്കുന്നുണ്ടായിരുന്നു ടേസ്റ്റിനാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു അബദ്ധം പണ്ട് പറ്റിയതാണല്ലോ. വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ല ഉപ്പുമാവായിരുന്നു. അങ്ങനെ ഉപ്പുമാവും മുട്ടയും കട്ടക്കാപ്പിയും ഒക്കെ കൂടി എടുത്തുകൊണ്ട് വന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നുകൊണ്ട് കഴിച്ചു കേട്ടോ. അപ്പുക്കുട്ടൻ എന്താ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് കിടക്കുന്നതാണ്. അപ്പുക്കുട്ടന് ഭക്ഷണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഉറക്കം നിർബന്ധം കേട്ടോ. നിങ്ങൾക്ക് ഞങ്ങൾ ഇഷ്ടമാവുകയാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. ഞങ്ങളുടെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർ ഒന്ന് ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യണം കേട്ടോ. ഞങ്ങളുടെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വരുന്നതാണ്. അപ്പുക്കുട്ടൻ്റെ ദക്കുമണീസിൻ്റെ ഗുട്ടുമണീസിൻ്റെ ഒക്കെ വിവരമായിട്ട് ഞങ്ങൾ വരുന്നതാണ്. പിന്നെ സാറിൻ്റെ പാചകത്തെ പറ്റിയിട്ടുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യണേ.